ഭൂമി. നമുക്കറിയാവുന്നിടത്തോളം പ്രപഞ്ചത്തിൽ ജീവന്റെ ഏക ഇടം ഭൂമിയാണ്. എന്താണ് ഭൂമിയെ സവിശേഷമാക്കുന്നത്? ഇതിനുത്തരം ഭൂമിയുടെ ഭൂതകാലത്തിൽ മറഞ്ഞിരിക്കുന്നു. ഭൂമി എങ്ങനെയുണ്ടായി? ഇവിടെ ജീവൻ എങ്ങനെയുണ്ടായി? സസ്യജാലങ്ങളും വായുവും വെള്ളവും മഞ്ഞുദ്വീപുകളും ഈ ഭൂമിയിൽ എങ്ങനെ പിറന്നു? അതുമാത്രമല്ല, ഭൂമിയിൽ ജീവന്റെ കണിക ആദ്യമായി രൂപപ്പെടുന്നതും പരിണാമങ്ങളിലൂടെ എങ്ങനെ അത് മനുഷ്യനിലേക്ക് എത്തിയെന്നതും വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യം ഭൂമിയുടെ ജനനം. ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുൻപായിരുന്നു അത് സംഭവിച്ചത്. പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ഫോടനം, ബിഗ് ബാങ്. അതിലൂടെ പ്രപഞ്ചമുണ്ടായി. അഞ്ചു കോടി വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഈ കാണുന്ന നീല നിറത്തോടു കൂടിയുള്ള ഭൂമിയായിരുന്നില്ല അന്ന്. പ്രപഞ്ചത്തിലെ പൊട്ടിത്തെറിയിൽ ചിന്നിച്ചിതറിയ ശിലാപാളികളും മറ്റു പൊടിപടലങ്ങളും ഗുരുത്വാകർഷണത്താൽ അടുത്തുകൂടി. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഗുരുത്വാകർഷണം ഈ പാറകളെയും മറ്റും വലിച്ചെടുത്ത് ഭൂമിയെ രൂപപ്പെടുത്തി. സൂര്യനെ ചുറ്റുന്നതിൽ കുറഞ്ഞത് 100 ഗ്രഹങ്ങളിലൊന്ന്. എന്നാൽ 4.54 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭൂമി ചുട്ടുപഴുത്ത് നരകതുല്യമായാണ് കാണപ്പെട്ടിരുന്നത്. അപ്പോഴുള്ള നമ്മുടെ ഭൂമിയിലെ താപനില 1200 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു. അതായത് ഇരുമ്പുരുകി വെള്ളം പോലെയാകാൻ പാകത്തിനുള്ള താപനില. ഈ സമയം ഭൂമിയുടെ ഉപരിതലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും ജലനീരാവിയും രൂപപ്പെട്ടു. തികച്ചും വിഷാംശമായ ഒരു അന്തരീക്ഷം. പുതുതായി പിറന്ന ഭൂമിയിൽ ഖരാവസ്ഥയിൽ ഒരു പ്രതലം പോലുമില്ലാതെ പൊട്ടിയൊലിക്കുന്ന ലാവ തിളച്ചു മറിയുന്ന കടൽ പോലെയായി മാറി ഭൂമി. അങ്ങനെയിരിക്കെയാണ് തിയ എന്ന് പറയുന്ന ഒരു യുവഗ്രഹം ഭൂമിക്ക് നേരെ വന്നത്. ഇതിന് ചൊവ്വയുടെ വലിപ്പമാണ്. ഒരു ബുള്ളറ്റിനേക്കാൾ 20 മടങ്ങ് വേഗത്തിൽ ഇത് സെക്കൻഡിൽ 15 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. തിയയുടെ ഗുരുത്വാകർഷണം ഭൂമിയുടെ ഉപരിതലത്തെ നശിപ്പിക്കുന്നു. അങ്ങനെ തിയ ഭൂമിയുമായി കൂട്ടിയിടിച്ചു. ആ ഒരു ഇടിയോടെ കോടിക്കണക്കിന് ടൺ അവശിഷ്ടങ്ങൾ അന്തരീക്ഷത്തിൽ ചിതറിത്തെറിച്ചു. എന്നാൽ 1000 വർഷത്തിനുള്ളിൽ ചിതറിത്തെറിച്ച ഈ അവശിഷ്ടങ്ങളെ ഗുരുത്വാകർഷണം മൂലം അഗ്നി ജ്വലിക്കുന്ന മറ്റൊരു ഗോളമാക്കി മാറ്റി. ഈ ഗോളം
3000 കിലോമീറ്ററിലധികം വീതിയുള്ള മറ്റൊരു ഗ്രഹമായി മാറി. അങ്ങനെ നമ്മുടെ ചന്ദ്രൻ ജന്മമെടുത്തു. ഇതാണ് നമ്മുടെ ചന്ദ്രൻ. അന്ന് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പതിക്കുന്നത് വെറും 3 മണിക്കൂറേക്ക് മാത്രമായിരുന്നു. അന്നത്തെ ഒരു ദിവസമെന്ന് പറയുന്നത് 6 മണിക്കൂറാണ്. ദിവസങ്ങൾ പെട്ടെന്ന് കടന്നു പോകുന്നു എന്നല്ലാതെ ഭൂമിയിലുണ്ടായ മാറ്റങ്ങൾ ശരിയായ രീതിയിൽ വരാൻ സമയമെടുക്കുമായിരുന്നു. അതായത് സമയം കുറവും ദിവസങ്ങൾ കൂടുതലും. ഭൂമിക്ക് ശരിയായ രീതിയിലേക്ക് മാറാൻ സമയം വേണ്ടി വന്നു. പക്ഷേ സമയക്കുറവ് മൂലം വർഷങ്ങൾ പെട്ടെന്ന് കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെയായിരുന്നു 3.9 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് സൗരയൂഥത്തിന്റെ രൂപീകരണത്തിന്റെ അവശേഷിച്ച അവശിഷ്ടങ്ങൾ ഉൽക്കയായി ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങിയത്. ഉൽക്കയിൽ പറ്റിയിരിക്കുന്ന ക്രിസ്റ്റൽ രൂപത്തിലുള്ള ഈ കണിക ഉപ്പുപരലുകൾക്ക് സമാനമായ കാഴ്ചയാണ്. പക്ഷേ ഈ ക്രിസ്റ്റലുകൾക്കുള്ളിൽ ജലാംശമുണ്ടായിരുന്നു. മിസൈലുകൾ പോലെ മാരകമായ രീതിയിൽ പതിക്കുന്ന ഈ ഉൽക്കകളിൽ ഭൂമിയിലെ ജീവന്റെ സുപ്രധാന ഘടകം അടങ്ങിയിരുന്നു. ഈ പതിക്കുന്ന ഓരോ ഉൽക്കശിലയിലും ചെറിയ അളവിൽ മാത്രമേ ജലാംശമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 20 ദശലക്ഷം വർഷത്തിലേറെയായി ഈ ഉൽക്കാപതനം സംഭവിച്ചപ്പോൾ ഖരഭൂമിയിൽ വെള്ളം നിറയാൻ തുടങ്ങി. ചെറിയ ജലാശയങ്ങൾ രൂപപ്പെട്ടു. ഭൂമിയുടെ അകക്കാമ്പ് ഉരുകിയിരിക്കുകയാണെങ്കിലും ഉപരിതലം 70 മുതൽ 80 ഡിഗ്രി വരെ തണുക്കാൻ തുടങ്ങി. ഇങ്ങനെയുണ്ടായ ജലമാണ് ജീവൻ നിലനിർത്താനായി നമ്മൾ കുടിക്കുന്നത്. എല്ലാ സമുദ്രത്തിലെയും ഓരോ തുള്ളി വെള്ളത്തിനും കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട്. ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ സഞ്ചാരമായിരുന്നു ഉൽക്കയിലെ ജലാംശം ഭൂമിയിലെത്താൻ വേണ്ടി വന്നത്. കാഴ്ചയിൽ പഴയതിൽ നിന്നും വലിയ മാറ്റമാണ് ഭൂമിക്കുണ്ടായിട്ടുള്ളത്. എന്നാൽ ഇതിപ്പോഴും അപകടകരമായ സ്ഥലമാണ്. ഭൂമി അടുത്തതായി നേരിട്ടത് ചുഴലിക്കാറ്റിനേക്കാൾ എത്രയോ മടങ്ങ് ഭീകരമായ കൊടുങ്കാറ്റിനെയായിരുന്നു. ഈ സമയം ഭൂമിയുടെ കറക്കം അതിവേഗത്തിലായിരുന്നു. ചന്ദ്രൻ ഭൂമിയുടെ വളരെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം ഭൂമിയിൽ വലിയ വേലിയേറ്റങ്ങൾ സൃഷ്ടിച്ചു. എന്നാൽ കാലക്രമേണ ചന്ദ്രൻ ഭൂമിക്കടുത്തു നിന്നും അകലാൻ തുടങ്ങി. അതോടെ തിരമാലകൾ ശാന്തമാകുകയും ഭൂമിയുടെ കറക്കത്തിന്റെ വേഗം കുറയുകയും ചെയ്തു. ഭൂമിയുടെ ജനനത്തിന് 700 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ജീവൻ നൽകുന്ന ജലം ഭൂമിയുടെ ഉപരിതലത്തിൽ വ്യാപിച്ചു. ഉയർന്ന ഭാഗങ്ങൾ ചെറിയ ദ്വീപുകളായി രൂപപ്പെട്ടു. അപ്പോഴാണ് ഭൂമിയുടെ പുറന്തോടിലായി ലാവ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നത്. കാലക്രമേണ ലാവ തണുക്കുകയും അഗ്നിപർവ്വത ദ്വീപുകൾ രൂപപ്പെടുകയും ചെയ്തു.
അങ്ങനെ പിന്നീട് ഈ ദ്വീപുകൾ ഒന്നിച്ച് ഭൂഖണ്ഡങ്ങൾ രൂപപ്പെട്ടു. അങ്ങനെ ഭൂമിയിൽ കരയും കടലും ജന്മമെടുത്തു. പക്ഷേ അന്തരീക്ഷം ഇപ്പോഴും വിഷമയമാണ്, ചുട്ടുപൊള്ളുന്ന താപനിലയും. അങ്ങനെയിരിക്കെയാണ് ഈ അവസ്ഥയിൽ വീണ്ടും ഒരു ഉൽക്കാവീഴ്ചയുണ്ടാകുന്നത്. എന്നാൽ ഈ ഉൽക്കകളുടെ പതനം 3.8 മില്യൺ വർഷങ്ങൾക്ക് മുൻപുണ്ടായ അതേ രീതിയിലായിരുന്നു. ഭൂമിയിൽ മുൻപ് രൂപപ്പെട്ട കടലിലേക്ക് കത്തിജ്വലിക്കുന്ന ഉൽക്കകൾ ഊളിയിട്ടിറങ്ങി. ഇവ വെള്ളത്തിലേക്ക് അലിയുമ്പോൾ മിനറൽസും കാർബൺസും പ്രിമിറ്റീവ് പ്രോട്ടീൻസും അമിനോ ആസിഡും കടലിലേക്ക് വ്യാപിക്കുന്നു. എങ്ങും ഇരുട്ടാണ്. സൂര്യരശ്മികൾക്ക് 300 മീറ്ററിൽ കൂടുതൽ എത്താൻ കഴിയുന്നില്ല. അതിനാൽ ഭൂമി തണുത്ത് ഫ്രീസിംഗ് പോയിന്റിലെത്തിയിരിക്കുന്നു. ഒരു നഗരമെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും കടലിനടിയിലാണ്. ഈ കാണുന്നത് ഉൽക്ക കത്തിയുണ്ടായ പുകയല്ല, ഇത് ഒരുതരം ചൂടുള്ള ദ്രാവകമാണ്. ഭൂമിയുടെ പുറന്തോടിലെ വിള്ളലുകളിലൂടെ കടൽ വെള്ളം ഭൂമിക്ക് കൂടുതൽ ഉള്ളിലേക്കിറങ്ങി. അതിനൊപ്പം ധാതുക്കളും വാതകങ്ങളും കൂടുതൽ പരന്നു. ഉൽക്കാശിലകളിൽ നിന്നുള്ള എല്ലാ ധാതുക്കളും രാസവസ്തുക്കളും ഇതിലേക്ക് ചേരുകയും വെള്ളം കെമിക്കൽ ലായനി പോലെ മാറുകയും ചെയ്തു. അങ്ങനെ ഈ രാസവസ്തുക്കൾ കലർന്ന വെള്ളത്തിൽ ഇടിമിന്നലിലൂടുണ്ടായ വൈദ്യുതി പ്രവഹിച്ചപ്പോൾ ഭൂമിയിൽ ആദ്യമായി ജീവനുണ്ടായി. ഇപ്പോൾ ഈ വെള്ളം നിറയെ സൂക്ഷ്മജീവികളാണ്, ഏകകോശജീവികൾ. ഈ ഏകകോശ ബാക്ടീരിയയാണ് ഭൂമിയിലെ ജീവന്റെ ആദ്യത്തെ രൂപം. ഭൂമിയുടെ നിർമ്മാണത്തിലെ ഒരു നിർണായക നിമിഷമാണിത്. 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ആഴം കുറഞ്ഞ സമുദ്രങ്ങളിൽ പാറയുടെ രൂപത്തിൽ സസ്യങ്ങളെപ്പോലെ തോന്നിക്കുന്ന ഒരു വസ്തു രൂപപ്പെട്ടു. ഇതിൽ ഓരോന്നും ബാക്ടീരിയകളുടെ കോളനിയായി മാറി. ഇവയെ സ്ട്രോമാറ്റോലൈറ്റ് എന്ന് വിളിക്കപ്പെട്ടു. ഒരു മാജിക് എന്ന വണ്ണം ഈ ബാക്ടീരിയകൾ സൂര്യപ്രകാശത്തെ ഭക്ഷണമാക്കി മാറ്റുന്നു. ഇതിനെ പ്രകാശ സംശ്ലേഷണമെന്ന് വിളിച്ചു. സൂര്യനിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. ഇത് പഞ്ചസാരയുടെ ലളിതമായ രൂപമാണ്. ഈ ഒരു ട്രാൻസ്ഫർമേഷന്റെ ഭാഗമായി ഒരു വാതകം ജനിക്കുന്നു. അതിൻ്റെ പേരാണ് ഓക്സിജൻ. ജീവൻ നിലനിർത്താനായി നമ്മൾ ഉപയോഗിക്കുന്ന ജീവന്റെ ഏറ്റവും വലിയ ഘടകം ഓക്സിജൻ. വെള്ളത്തിനടിയിൽ രൂപപ്പെട്ട സ്ട്രോമാറ്റോലൈറ്റുകളിൽ നിന്ന് ഓക്സിജൻ സാവധാനം സമുദ്രങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഓക്സിജൻ ഇരുമ്പിന്റെ അംശങ്ങളെ തുരുമ്പാക്കി മാറ്റുന്നു. അത് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് വീഴുകയും ഇരുമ്പ് സമ്പുഷ്ടമായ പാറകളുടെ നിക്ഷേപമുണ്ടാവുകയും ചെയ്യുന്നു. ഓക്സിജൻ തിരമാലകൾക്ക് മുകളിലൂടെ അന്തരീക്ഷത്തെ പരിവർത്തനം ചെയ്യുന്നു. ഈ സ്ട്രോമാറ്റോലൈറ്റുകളാണ് ഭൂമിയിലെ ജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ ഓക്സിജനെ നിർമ്മിക്കുന്നത്. അവയില്ലാതെ ഫലത്തിൽ ഒരു ജീവജാലങ്ങളും നിലനിൽക്കില്ല. സമയം വീണ്ടും കടന്നുപോയി. ഏകദേശം 2 ബില്യൺ വർഷങ്ങൾ കൊണ്ട്
ഓക്സിജന്റെ അളവ് ഭൂമിയിൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും ഭൂമിയുടെ കറക്കത്തിൽ വ്യത്യാസവും വന്നിരുന്നു. ഈ സമയം ഭൂമിയിലെ ഒരു ദിവസം എന്ന് പറയുന്നത് 16 മണിക്കൂറായി മാറി. ഭൂമി ജനിച്ച് 3 ബില്യൺ വർഷങ്ങൾക്ക് ശേഷവും ഭൂമിയിൽ ഒരു പുൽക്കൊടിയും മുളച്ചിട്ടില്ല. എന്നാൽ ഈ സൗരയൂഥത്തിലെ മറ്റേത് ഗ്രഹത്തിൽ നിന്നും വ്യത്യസ്തമായി ഭൂമിക്ക് എല്ലാം മാറ്റിയെടുക്കാനുള്ള ഒരു കഴിവുണ്ട്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഭൂമിക്കടിയിലെ മർദ്ദം ഭൂമിയിലുണ്ടായ ദ്വീപുകളെ പുനഃക്രമീകരിക്കുന്നു. സമുദ്രത്തിനടിയിൽ മറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ പുറന്തോട് വലിയ ഫലകങ്ങളായി വിഘടിക്കുന്നു. എന്നാൽ അതിലും താഴെയുള്ള ഭൂമിയുടെ കാമ്പ് വളരെ ചൂടാണ്. പുറന്തോട് താഴെയുള്ള ലെയറിൽ ചലനം സൃഷ്ടിക്കുന്നു. ഈ ഒരു ചലനം സമുദ്രങ്ങളെയും കരയെയും ഓരോ ദിശയിലേക്ക് പുനഃക്രമീകരിക്കുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ ഈ ഒരു പ്രക്രിയ നടന്നുകൊണ്ടേയിരുന്നു. ഏകദേശം 400 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ ഒരു വലിയ ഭൂഖണ്ഡം രൂപപ്പെട്ടു. സൂപ്പർ കോണ്ടിനെന്റ്. അതിനെ റോഡിനിയ എന്ന് വിളിച്ചു. റോഡിനിയ സ്ട്രോമാറ്റോലൈറ്റുകൾക്ക് ചുറ്റുമുള്ള ആഴം കുറഞ്ഞ വെള്ളത്തിൽ 2 ബില്യൺ വർഷങ്ങളിലേറെയായി അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ പമ്പ് ചെയ്യുന്ന മാന്ത്രികമായ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു. താപനില 85 ഡിഗ്രിയാണ്. കൂടാതെ ദിവസങ്ങൾ 16 മണിക്കൂറിൽ നിന്നും 18 മണിക്കൂർ ദൈർഘ്യമുള്ളതായി. 750 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഗ്രഹത്തിനുള്ളിലെ മർദ്ദം ഭൂമിയുടെ പുറന്തോട് കീറി മുറിച്ചു. ഓരോ വർഷവും ഇഞ്ചിഞ്ചായി ഭൂമിയുടെ പ്രതലം പിളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ മുൻപുണ്ടായ സൂപ്പർ കോണ്ടിനെന്റ് എന്ന് വിളിക്കപ്പെട്ട ആ വലിയ ഭൂഖണ്ഡം 2ആയി പിളർന്നു. തീവ്രമായ ഭൗമശാസ്ത്ര പ്രവർത്തനം അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പമ്പ് ചെയ്യുന്ന അഗ്നിപർവ്വതങ്ങളുടെ ഒരു കൂട്ടത്തെ ജനിപ്പിച്ചു. ആ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ കലർന്ന് അതുമൂലം ഭൂമിയിൽ ആസിഡ് മഴ ഉണ്ടാകുകയും ചെയ്തു. ഭൂഖണ്ഡം പിളർന്നപ്പോൾ നിരവധി പാറകൾ കാണപ്പെട്ടു. ഈ പാറകൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉൾപ്പെടെയുള്ള ആസിഡ് കിരണത്തെ ആഗിരണം ചെയ്യുന്നു. ഇപ്പോൾ ഗ്രഹത്തിനു ചുറ്റുമുള്ള സൂര്യന്റെ ചൂട് കുറയ്ക്കാൻ ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് വായുവിൽ ഇല്ല. 1000 വർഷത്തിനുള്ളിൽ താപനില ഏകദേശം -60 ഡിഗ്രിയിലേക്ക് താഴുന്നു. അതോടെ ഭൂമി തണുത്തുറയുന്നു. ഈ തണുത്തുറഞ്ഞ തരിശുഭൂമി തെക്കൻ ഓസ്ട്രേലിയയാണ്. ഭൂമി ആദ്യമായി ജനിക്കുമ്പോൾ കത്തിയുരുകിയ ഗോളമായിട്ടാണ് കാണപ്പെട്ടത്. എന്നാൽ സ്നോബോൾ എന്ന് വിളിക്കത്തക്കവണ്ണം ഐസ് പാളികൾ ഭൂമിയെ ആവരണം ചെയ്യുന്നു. ഐസ് ഏജ്. ഫലത്തിൽ സൂര്യന്റെ പ്രകാശവും ഊഷ്മളതയും ഈ സമയം ബഹിരാകാശത്തേക്ക് വീണ്ടും പ്രതിഫലിക്കുന്നു. 15 ദശലക്ഷം വർഷങ്ങളായി ഭൂമി ഐസാൽ മൂടപ്പെട്ടുകൊണ്ടേയിരുന്നു. ഭൂമി കാഴ്ചയിലൊരു ഐസ് ബോൾ പോലെ. ഭൂമിയുടെ ഉപരിതലം മരവിച്ചിരുന്നു. പുറമെ ഐസിൽ മുങ്ങി നിൽക്കുകയാണെങ്കിലും ഭൂമിയുടെ അകക്കാമ്പ് ഇപ്പോഴും ചൂടെടുത്ത് പഴുത്തു നിൽക്കുകയാണ്. അഗ്നിപർവ്വതങ്ങൾ കോടിക്കണക്കിന് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. ഭൂമിയിലെ പാറകൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഭൂരിഭാഗവും ആഗിരണം ചെയ്യുന്നു. കാലം കഴിയുന്തോറും ഭൂമിയിലെ മഞ്ഞിന്റെ അളവും കൂടുന്നതിനാൽ മഞ്ഞുമൂടിയ പാറകൾ കൊണ്ട് വാതകത്തെ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ അത് അന്തരീക്ഷത്തിൽ തന്നെ നിറയുന്നു. ഇത് കുറെ ആയി കഴിയുമ്പോൾ അന്തരീക്ഷത്തിൽ താപനില ഉയരുന്നു. അങ്ങനെ ഏകദേശം 5 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ നിറഞ്ഞ മഞ്ഞ് ഉരുകാൻ തുടങ്ങുന്നു. അന്തരീക്ഷ താപം കാരണം ഐസാൽ ആവരണപ്പെട്ട ഭൂമിയുടെ പുറന്തോട് പാളികളായി ഇളകാൻ തുടങ്ങുന്നു.
ഈ സമയം ഭൂമിയുടെ ഉൾക്കാമ്പിലെ താപവും കൂടിയാകുമ്പോൾ ഭൂമിയിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. ഇത് തുടരുമ്പോൾ ഐസ് ഉരുകുന്നതിന് ആക്കം കൂടുകയും അതുമൂലം ഓക്സിജന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. സൂര്യന്റെ അൾട്രാ വയലറ്റ് രശ്മികൾ മഞ്ഞുപാളിയിലെ ജലതന്മാത്രകളുമായി പ്രവർത്തിച്ച് ഓക്സിജൻ സമ്പുഷ്ടമായ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നു. ഭൂമിയിലെ ഐസ് പാളികൾ ഉരുകുന്നത് മൂലം ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ അളവ് കുറയുകയും വൻതോതിൽ ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. അങ്ങനെ ഭൂമി പുതിയൊരു രീതിയിലേക്ക് മാറുന്നു. അങ്ങനെ 600 വർഷങ്ങൾക്ക് മുൻപ് ഭൂമി ഒരു വേനൽക്കാലം പോലെ ചൂടുള്ളതും ഒരു ദിവസം എന്ന് പറയുന്നത് 18 മണിക്കൂറിൽ നിന്ന് 22 മണിക്കൂറേക്ക് മാറുകയും ചെയ്തു. ഭൂമിയിൽ ഐസ് നിറയുന്നതിന് മുൻപായി രൂപപ്പെട്ട ബാക്ടീരിയകൾക്ക് ഈ കഴിഞ്ഞ ഐസ് വർഷങ്ങൾ അതിജീവിക്കാൻ പ്രയാസമായിരുന്നു. എന്നാലും അവയിൽ ചിലത് സമുദ്രത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ 540 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് അവയ്ക്ക് മറ്റൊരു തരത്തിലുള്ള രൂപമാറ്റം സംഭവിച്ചിരുന്നു. തോടില്ലാത്ത കടലൊച്ച് എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ജീവികൾ, സങ്കീർണമായ ബഹുകോശ ജീവികളുടെ ഒരു പുതിയ തലമുറ. ഈ സമയം കടലിന് അടിഭാഗത്ത് ചില സസ്യങ്ങൾ രൂപം കൊണ്ടിരുന്നു. അവയെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇവയുടെ ജീവിതം. ഭൂമി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ചലനാത്മകമായ ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. ഭൂമിയിൽ വർദ്ധിച്ച ഓക്സിജന്റെ അളവ് ജീവികളെ വലുതായി വളരാനും അവയുടെ അസ്ഥികൾ വികസിപ്പിക്കാനും തുടങ്ങി. ബാക്ടീരിയകളിൽ പലവിധ സ്വഭാവത്തിലുള്ളവ തരംതിരിഞ്ഞു. ഇത് അനോമലോകാരിസ് ആണ്. ഏകദേശം 2 അടി നീളമുള്ള ഇതിന് വലിയ കണ്ണുകളും മൂർച്ചയുള്ള പല്ലുകളും ഗ്രഹിക്കുന്ന കാലുകളുമുണ്ട്. കടലിൽ കാണപ്പെടുന്നതും 1.5 ഇഞ്ച് മാത്രം നീളമുള്ളതുമായ പിക്കായയാണിത്. ഇവയായിരിക്കാം ലോകത്തിലെ ആദ്യത്തെ നട്ടലുള്ള ജീവി. തിരമാലകൾക്ക് കീഴിൽ ഇതിനകം 10,000-കണക്കിന് സസ്യജന്തുജാലങ്ങളുണ്ട്. $460 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ മുകളിലത്തെ പ്ലേറ്റ് പതിയെ നീങ്ങിക്കൊണ്ടേയിരുന്നു. ഒരു പുതിയ ഭൂഖണ്ഡം ഗോഡ്വാന ഐലൻഡ്. നിയോപ്രോട്ടോറോസോയിക് മുതൽ ഏകദേശം 550 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജുറാസിക് വരെ ഏകദേശം 180 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന ഒരു സൂപ്പർ ഭൂഖണ്ഡമായിരുന്നു ഇത്. ഓക്സിജന്റെ അളവ് ഭൂമിയിൽ ഇപ്പോൾ പഴയതിലും കൂടുതലാണ്. സൂര്യനിൽ നിന്നുള്ള വികിരണങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തെ മാരകമായ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഭൂമിയിൽ ജനിച്ച ഓക്സിജനും സൂര്യനിൽ നിന്നുള്ള വികിരണങ്ങളും കൂടി ചേരുമ്പോൾ
അവിടെ പുതിയൊരു വാതകം ജനിക്കുന്നു. അതിൻ്റെ പേരാണ് ഓസോൺ. ഈ ഓസോണാണ് ഭൂമിയുടെ മുകളിൽ ഒരു പുതപ്പ് പോലെ സൂര്യനിൽ നിന്നുള്ള മാരകമായ വികിരണങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത്. 120 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഈ ഓസോൺ പാളിക്ക് കട്ടിക്കൂടുകയും ഭൂമിയിലേക്കെത്തുന്ന സൂര്യൻ്റെ വികിരണങ്ങൾ കൂടുതൽ ആഗിരണം ചെയ്ത് ഭൂമിയെ രക്ഷിക്കുകയും ചെയ്യുന്നു. കാലങ്ങൾ കുറെ സഞ്ചരിക്കുമ്പോൾ കരയിൽ പായൽ പോലെ സസ്യങ്ങൾ രൂപപ്പെട്ടു. ഈ പായൽ പിണ്ഡങ്ങളാണ് ഭൂമിയിലെ ആദ്യത്തെ കരസസ്യങ്ങൾ. ഇവയും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്നു. അങ്ങനെ ഭൂമിയിൽ ഓക്സിജന്റെ അളവ് വീണ്ടും വർദ്ധിച്ചു വരുന്നു. ഭൂമിയിൽ രൂപമാറ്റം വന്ന ജീവികൾ ഏകദേശം 375 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു രൂപത്തിലേക്ക് മാറിയിരുന്നു. ഏകദേശം മീനിനോട് രൂപസാദൃശ്യമുള്ള ഇവയ്ക്ക് നീന്തൽ നന്നായി വശമുണ്ടായിരുന്നു. ഈ വിചിത്ര മത്സ്യത്തിൻ്റെ വിളിപ്പേരാണ് ടിക്ടാലിക്. ഈ ജീവിയുടെ ചിറകുകൾക്ക് കാലുകൾക്ക് സമാനമായ കട്ടിയും രൂപവും ഉണ്ടായിരുന്നു. വെള്ളത്തിൽ നിന്നും വേഗത്തിൽ നീന്താനും തിരിയാനുമുള്ള കഴിവ് അവയ്ക്കുണ്ട്. കാലങ്ങൾ അനവധി കടന്നു പോകുന്നു. കടലിലെ ജീവികൾക്ക് വീണ്ടും പരിണാമം സംഭവിക്കുന്നു. ഇപ്പോൾ ടിക്ടാലിക് എന്ന് വിളിക്കപ്പെടുന്ന ഈ ജീവിയുടെ കട്ടിയുള്ള ചിറകുകൾ കാലുകളായി മാറുന്നു. അങ്ങനെ പുതിയ ലോകം സൃഷ്ടിക്കാനുള്ള ഭൂമിയുടെ ഏറ്റവും വലിയ തുടക്കത്തിന് മുഹൂർത്തം കുറിച്ചുകൊണ്ട് ടിക്ടാലിക് തൻ്റെ വാസസ്ഥലമായ സമുദ്രത്തിൽ നിന്നും സെക്കൻഡുകളേക്ക് മാത്രം കരയിലേക്ക് പ്രവേശിക്കുന്നു. ഇത് വെള്ളക്കെട്ടിൽ നിന്നും മറ്റൊരു വെള്ളക്കെട്ടിലേക്ക് പോകാനുള്ള ഇവയുടെ കരമാർഗമാണ്. ഇപ്പോഴും ഇത് വെള്ളത്തിൽ മാത്രം കഴിയുന്ന ജീവിയാണ്. എന്നാൽ കാലങ്ങൾ കൊണ്ട് പലതവണ കരയിൽ കയറി കരയിലും കടലിലും ജീവിക്കുന്ന തരത്തിൽ അവ ശീലിച്ചെടുക്കുന്നു. വീണ്ടും അനവധി വർഷങ്ങൾ കടന്നു പോകുമ്പോൾ പുതിയ ലോകം തേടി ഇവ കരയിലേക്ക് തന്നെ താമസം ആരംഭിക്കുന്നു. കടലിൽ നിന്നും കരയിലേക്കുള്ള ജീവന്റെ കാൽവയ്പ്. ടിക്ടാലിക് കരയിൽ വാസമുറപ്പിക്കുന്നു. ഏകദേശം 360 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ടെട്രാപോഡുകൾ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഈ ജീവികൾക്ക് പരിണാമം സംഭവിക്കുന്നു. കരയെ തൊട്ട് ഇഴഞ്ഞു നടന്നിരുന്ന ഇവറ്റകളുടെ കാലുകൾ ക്രമേണ നീളം വയ്ക്കുകയും ഈ ജീവികൾ പലവിധ രൂപമാറ്റത്തിലുള്ളവ തരം തിരിയുകയും ചെയ്യുന്നു. കരയിൽ ഇവ ഭക്ഷിച്ചിരുന്നത് മറ്റു ചെറിയ ജീവികളെയും സസ്യങ്ങളെയുമാണ്. ഇവ മിശ്രഭുക്കുകളാണ്. സമയം വീണ്ടും കടന്നു പോകുന്നതോടെ കരയിൽ രൂപപ്പെട്ട സസ്യങ്ങൾക്ക് പ്രത്യുൽപാദന ശേഷിയുണ്ടാകുന്നു. പല മരങ്ങളും പൂക്കുന്നു, കായ്ക്കുന്നു. അതിലെ വിത്തുകൾ
കരയിലേക്ക് വീശിയടിക്കുന്ന കടൽക്കാറ്റിനൊപ്പം പറന്നുപോയി മറ്റു സ്ഥലങ്ങളിലേക്ക് വീഴുന്നു. ആ വിത്ത് അവിടെ മുളയ്ക്കുന്നു. പിന്നീട് അത് വളർന്ന് മരമാകുന്നു. അങ്ങനെ ഓക്സിജന്റെ ഉൽപ്പാദനം വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നത്തെ പോലെ തന്നെ തോന്നിക്കുന്ന തരത്തിലെ പരിസ്ഥിതി. ഭൂമി ജനിച്ചപ്പോൾ കത്തിയമർന്ന പാറകഷ്ണങ്ങളുടെയും പൊടിപടലങ്ങളുടെയും ഒരു പിണ്ഡത്തിൽ നിന്ന് ഈ ഗ്രഹം വളരെ ദൂരം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ ഭൂമി ജീവൻ തുടിക്കുന്ന നീലയും പച്ചയും നിറഞ്ഞ മനോഹരമായ ലോകം. ഇതാണ് ഡ്രാഗൺ ഫ്ലൈ. ഇതിനെ മെഗനുറ എന്ന് വിളിക്കുന്നു. ഈ പ്രാണിക്ക് കഴുകന്റെ വലിപ്പമുണ്ട്. കരയിലുള്ള ജീവികളിൽ ഒരു വിഭാഗമായ ഇവയുടെ കാലുകൾ വികസിച്ച് ചിറകുകളായി രൂപാന്തരപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. ഒരു വിശാലമായ പ്രദേശത്താണ് ഇവയുടെ വേട്ടയാടൽ. ഇവറ്റകൾ ചുറ്റിപ്പറക്കുന്നതിൻ്റെ താഴെയായി അട്ടയുടെ രൂപസാദൃശ്യമുള്ള മില്ലിപ്പീടുകളും ചിലന്തിയുടെ ഇനത്തിൽപ്പെട്ട മറ്റു ജീവികളുമുണ്ട്. ഇവയുടെ വലിപ്പമെന്ന് പറയുന്നത് 6 അടി നീളമാണ്. ഇവയെ ആർത്രോപോഡുകൾ എന്ന് വിളിക്കപ്പെടുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ മുൻപ് കരയിൽ ആദ്യമായി കാലുകുത്തിയവരിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് രൂപാന്തരപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു. ഇന്ന് നമുക്ക് ശല്യമായിക്കൊണ്ടിരിക്കുന്ന വണ്ട്, മൂട്ട മുതലായ തോടുള്ള പ്രാണികളിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഇവയും. ഇപ്പോൾ കരയിൽ കൂടുതൽ അക്രമാസക്തരായ ജീവികളാണ്. മില്ലിപ്പീടുകൾക്ക് 6 അടി നീളവും തേളുകൾക്ക് ചെന്നായ്ക്കളുടെ വലിപ്പവുമുള്ള ഭീമാകാരമായ ശരീരമായിരുന്നു ഇവയ്ക്കുണ്ടായിരുന്നത്. കാരണം ഓക്സിജന്റെ അളവ് ഇന്നത്തേതിനേക്കാൾ വളരെ കൂടുതലായിരുന്നു അന്ന്. ഇത് അവരുടെ ശ്വസന വ്യവസ്ഥയെ കൂടുതൽ കാര്യക്ഷമമാക്കുകയും അവരുടെ ശരീരം വലുതായി വളരാൻ സഹായിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അന്നത്തെ ഓക്സിജന്റെ അളവ് ഇന്നുണ്ടായിരുന്നെങ്കിൽ അന്നത്തെ അതേ വലിപ്പം ഇന്നുള്ള അട്ടകളിലും തേളുകളിലും കാണപ്പെട്ടേനെ. ഇതുവരെ മൃഗങ്ങൾ വെള്ളത്തിലായിരുന്നു മുട്ടയിട്ടിരുന്നത്. എന്നാൽ ഹൈലോനോമസ് എന്ന പല്ലിയെപ്പോലുള്ള ഈ ഒരു ജീവി കരയിലാണ് മുട്ടയിട്ടിരുന്നത്. അതിൻ്റെ മുട്ടകളിൽ തന്നെ ഗർഭപിണ്ഡം വികസിക്കുന്ന എല്ലാ വെള്ളവും പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവ ഒരു പുതിയ ജീവിയായി ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങി. കാലങ്ങൾ കടന്നുപോയപ്പോൾ ഭൂമിയിലുണ്ടായ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ആദ്യമായി കരയിലുണ്ടായ ചെടികൾക്കും മരങ്ങൾക്കും നാശം സംഭവിക്കുകയും അവ ഭൂമിയുടെ ഉപരിതലത്തിൽ അടിഞ്ഞുകൂടുകയും ഇടതൂർന്ന നനവുള്ള പാളികളായി ദ്രവിക്കുകയും ചെയ്തു. ഇതിനൊപ്പം ഹൈലോനോമസിന് വംശനാശം സംഭവിച്ചിരുന്നു. കാലങ്ങൾ കടന്നപ്പോൾ ഈ ദ്രവിച്ച പാളികളിലേക്ക് പാറകഷ്ണങ്ങൾ വന്ന് മൂടുകയും ഭൂമിയുടെ കാമ്പിൽ നിന്നുള്ള താപവും മർദ്ദവും കാരണത്താൽ ഈ പാളികൾ കൽക്കരി പാളികളായി മാറുകയും ചെയ്തു. ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൽക്കരികളെല്ലാം 300 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുമായി അഴുകിച്ചേർന്ന
സസ്യങ്ങൾ കാരണത്താലാണ്. കാലങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോയപ്പോൾ തരിശുഭൂമിയിൽ വീണ്ടും സസ്യങ്ങൾ വളർന്നു. ഭൂമിയിൽ അവശേഷിച്ച ജന്തുജാലങ്ങൾക്ക് പരിണാമം സംഭവിക്കുകയും അവയിൽ സസ്യഭുക്കുകൾ, മാംസഭുക്കുകൾ, മിശ്രഭുക്കുകൾ എന്നിവ തരംതിരിയുകയും ചെയ്തു. ഈ പരിണാമത്തിൽ ചെറിയ പല്ലികൾ വലിയ ഉരഗങ്ങളായി മാറി. എന്നാൽ സൈബീരിയൻ സമതലങ്ങളിൽ ഈ ഒരു പ്രകൃതിക്ഷോഭം സംഭവിക്കാതെ തന്നെ പരിണാമം സംഭവിച്ച ജന്തുജാലങ്ങൾ ഇവിടെ വിഹരിക്കുന്നു. ഈ കാണുന്നത് സ്കൂട്ടോസോഴ്സ് ആണ്. ഇവ ആമയിൽ നിന്നും പരിണാമം സംഭവിച്ചതാണ്. ഇവ തികച്ചും സസ്യഭുക്കുകളാണ്. ഇവയ്ക്ക് ഭീമാകാരമായ വലിപ്പമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇവറ്റകൾ ഭയന്നിരുന്ന മറ്റൊരു ജീവിയുണ്ട്. ഹൈലോനോമസ് എന്ന പല്ലിയുടെ വംശത്തിൽ നിന്നും പരിണാമം സംഭവിച്ച അത്യന്തം അപകടകാരിയായ മാംസഭുക്ക് ഗോർഗോൺ. ഗോർഗോൺ തികച്ചും ഒരു മാംസഭുക്കായിരുന്നു. ഈ ജീവികളെയാണ് അവ വേട്ടയാടി ഭക്ഷണമാക്കിയിരുന്നത്. ആ നാളുകളിൽ ആയിരുന്നു ഭൂമിയിൽ പുതിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. അതിലൂടെ ഈ രണ്ടു ജീവികൾക്കും വംശനാശം സംഭവിച്ചു. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കൂട്ടവംശനാശത്തിലെ ആദ്യത്തെ നാശനഷ്ടങ്ങളാണിവ. ഇതിനെയാണ് പെർമിയൻ എക്സ്റ്റിങ്ഷൻ എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ ഗോണ്ട്വാന ഭൂഖണ്ഡത്തിന്റെ മറുവശത്ത് യാതൊന്നും സംഭവിച്ചിരുന്നില്ല. അവിടെ നടന്ന അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായി അന്തരീക്ഷത്തിൽ മഞ്ഞുപോലെ തോന്നിക്കുന്ന രീതിയിൽ ചാരം നിറയുകയും അതിനൊപ്പം സൾഫർ ഡയോക്സൈഡ് നിറയുകയും തൽഫലമായി ഇവിടെ വസിച്ചിരുന്ന ജീവികളുടെ ശ്വസനത്തെ അത് ബാധിക്കുകയും ചെയ്തു. അന്തരീക്ഷത്തിലെ ഈ വാതകം മഴ പെയ്യുമ്പോൾ സൾഫ്യൂരിക് ആസിഡായി മാറുകയും സസ്യങ്ങളെല്ലാം കത്തിനശിക്കുകയും ചെയ്യുന്നു. സൈബീരിയയിലുണ്ടായ ഈ പ്രകൃതി ദുരന്തം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ആഴം കുറഞ്ഞ തടാകങ്ങളിലെ ജലം നീരാവിയായി പോകുകയും ചെയ്തു. അങ്ങനെ ഭൂമിയിലെമ്പാടുമുള്ള ജീവജാലങ്ങൾ നശിച്ചു. ചുട്ടുപഴുത്ത അന്തരീക്ഷം സമുദ്രത്തിലെ ഓക്സിജനെ നീക്കം ചെയ്യുന്നു. തൽഫലമായി കടലിനടിയിലെ ജീവജാലങ്ങൾ നശിക്കുകയും പിങ്ക് നിറത്തിലുള്ള ആൽഗകൾ അവശേഷിക്കുകയും ചെയ്യുന്നു. അതിനാൽ സമുദ്രത്തിലെ വെള്ളം പിങ്ക് നിറത്തിലാകുന്നു. സൈബീരിയയിൽ സംഭവിച്ച അഗ്നിപർവ്വത സ്ഫോടനത്തേക്കാൾ കാഠിന്യമായ അന്തരീക്ഷമാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ജീവജാലങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കടലിനടിത്തട്ടിൽ നിന്നും വലിയ അളവിൽ മീഥേൻ ഗ്യാസ് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളാൻ തുടങ്ങിയിരുന്നു. അതിന്റെ കാരണത്താൽ അന്തരീക്ഷ താപനില 105 ഡിഗ്രി സെൽഷ്യസ് ഉയർന്നു. ഭൂമിയിലുള്ള 95% ജീവജാലങ്ങളും ചത്തൊടുങ്ങി. ബാക്കി അവശേഷിക്കുന്ന ജീവികൾ കിട്ടുന്നവ കഴിച്ച് ജീവൻ നിലനിർത്തി. അതിൽ ചില ജീവികൾ പുറമേയുള്ള ചൂട് കാരണത്താൽ മാളമുണ്ടാക്കി അതിനുള്ളിൽ ജീവൻ നിലനിർത്താൻ തുടങ്ങി. ഇരുന്നൂറ് ദശലക്ഷം വർഷങ്ങൾ കൂടി പിന്നിട്ടപ്പോൾ ഭൂമിയിലെ ജീവജാലങ്ങൾ വീണ്ടും രൂപാന്തരപ്പെട്ടു വന്നു. അതിനോടൊപ്പം പുതിയൊരു സൂപ്പർ ഭൂഖണ്ഡവും രൂപപ്പെട്ടു, പാഞ്ചിയ. ഇന്ന് നിലവിലുള്ള ഭൂഖണ്ഡങ്ങളെല്ലാം കൂടിച്ചേർന്ന അവസ്ഥയിൽ 200 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ
നിലവിലുണ്ടായിരുന്ന ഒരു സൂപ്പർ കോണ്ടിനെൻ്റ് ആയിരുന്നു പാഞ്ചിയ. കൂട്ടവംശനാശത്തിൻ്റെ ആഘാതത്തിന് ശേഷം ഗ്രഹം വീണ്ടും ശാന്തമായ അവസ്ഥയിലേക്കെത്തുന്നു. താപനില സ്ഥിരത കൈവരിക്കുകയും ആസിഡ് മഴ നിർവീര്യമാക്കുകയും സസ്യങ്ങൾ വീണ്ടും വളരുകയും ചെയ്തു. പുതിയ സ്പീഷ്യസ് രൂപാന്തരപ്പെട്ടു. അന്നത്തെ പെർമിയൻ വംശനാശത്തെ അതിജീവിച്ച ഉരഗങ്ങളിൽ നിന്ന് പരിണമിച്ച ഒരു പുതിയ ജീവി, ദിനോസർ. വെൽക്കം ടു ജുറാസിക് പാർക്ക്. ഇപ്പോൾ ഭൂമിയിൽ അനേകം സ്പീഷീസുകൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും എടുത്തു പറയത്തക്ക തരത്തിൽ വലിയൊരു ലോകാവസാനത്തെ തരണം ചെയ്തെത്തിയ, വലിപ്പം കൊണ്ടും ശൗര്യം കൊണ്ടും ഭൂമിയിലെ മറ്റു ജീവികളെ കീഴ്പ്പെടുത്തുന്ന ദിനോസറുകളുടെ ജുറാസിക് കാലഘട്ടമാണ് ഇത്. ഭൂമിയെ അടക്കി വാണിരുന്ന ദിനോസർ യുഗം. ദിനോസറുകൾ എങ്ങനെയുണ്ടായി? അർക്കൻസസ് വിഭാഗത്തിൽ നിന്നുമാണ് ദിനോസറുകൾ പരിണമിക്കുന്നത്. ഈ വിഭാഗത്തിൽ തന്നെ 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ദിനോസറും മറ്റൊന്ന് ഇപ്പോഴും നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മുതലകളും. കാലങ്ങൾ കടന്നിട്ടും മുതലകൾക്ക് മാത്രം ഒരു മാറ്റവും സംഭവിച്ചിരുന്നില്ല. അവ കരയിലും വെള്ളത്തിലുമായി രൂപവ്യത്യാസം കൂടാതെ ജീവിച്ചു പോരുന്നു. എന്നാൽ ദിനോസറുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. പെർമിയൻ കാലഘട്ടത്തിൽ ദിനോസറുകളിൽ നിന്നും 1000ഓളം സ്പീഷീസുകൾ രൂപപ്പെട്ടിരുന്നു. അവയ്ക്കൊരു പ്രത്യേക സ്വഭാവ ഗുണമുണ്ടായിരുന്നു. അതെന്തെന്നാൽ അവ മുഴുവനും ഇരുകാലികളായിരുന്നു. ഇനി നമുക്ക് കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ദിനോസറിൻ്റെ പരിണാമകാലം. ട്രയാസിക് പീരീഡ്. പെർമിയൻ യുഗത്തിലെ ആദ്യത്തെ പീരീഡാണ് ട്രയാസിക് പീരീഡ്, ദിനോസറുകളുടെ ആദ്യഘട്ടം. നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുള്ള ദിനോസറുകളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ ഒന്നാണ് ഇവ. അർക്കൻസസിൽ നിന്ന് രൂപം കൊണ്ട ആദ്യകാല ദിനോസറുകളായിരുന്നു ഇവ. ഇവയ്ക്ക് ഈഗിൾ റാപ്റ്റർ അഥവാ എയറോപ്റ്റർ എന്നും വിളിക്കപ്പെടുന്നു. ഇവയുടെ നീളം ഏകദേശം 1 മീറ്റർ അടുപ്പിച്ചാണ്. കൃത്യമായി പറഞ്ഞാൽ 0.8 മീറ്റർ. 10 കിലോഗ്രാം ഭാരം മാത്രമേ ഇവയ്ക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ മൃഗങ്ങളെ താരതമ്യപ്പെടുത്തി പറഞ്ഞാൽ ഒരു നായയുടെ വലുപ്പം മാത്രമേ ഇവയ്ക്കുണ്ടായിരുന്നുള്ളൂ. വരും കാലത്ത് ആഗോള കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുകയും ആവാസ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. കാലാവസ്ഥ പൊതുവെ ചൂടുള്ളതും വരണ്ടതുമായിരുന്നു. സസ്യങ്ങളിൽ തന്നെ പല വിഭാഗങ്ങളുണ്ടായിരുന്നു. ചിലത് പോഷക ഗുണങ്ങളുള്ളതും മറ്റു ചിലത് കടുപ്പമുള്ളതും വിഷമയമുള്ളതുമായിരുന്നു. ഈ കാലങ്ങളെല്ലാം അവയുടെ വളർച്ചയെ സ്വാധീനിച്ചിരുന്നു. ഈ കാണുന്നതാണ് സീലോഫൈസസ്. ദിനോസറിന്റെ ആദ്യഘട്ടത്തെ അപേക്ഷിച്ച് ഇവയ്ക്ക് കുറച്ചുകൂടി മാത്രമേ വലിപ്പമുണ്ടായിരുന്നുള്ളൂ. 0.8 മീറ്ററിൽ നിന്നും 1 മീറ്റർ വരെ ഉയരം. പക്ഷേ ഭാരത്തിൽ വലിയ വ്യത്യാസം തന്നെ ഉണ്ടായിരുന്നു. 10 കിലോഗ്രാമിൽ നിന്നും 23 കിലോഗ്രാം വരെ ഇവ വളർന്നു. ചെറിയ ജീവികളെ ആഹാരമാക്കിയാണ് ഇവ ജീവിച്ചിരുന്നത്. അടുത്തത് ഹെറാറോസോറസ്. ഇവയ്ക്ക് 1.1 മീറ്റർ ഉയരമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിന്റെ ഭാരം എന്ന് പറയുന്നത് ചിന്തിക്കാവുന്നതിലും വലുതായിരുന്നു, 350 കിലോഗ്രാം. അടുത്ത ഘട്ടമാകുമ്പോഴേക്കും ഇവയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രൂപമാറ്റമായിരുന്നു. പ്ലാറ്റിയോസോറസ് 3 മീറ്ററോളം നീളവും 4000 കിലോഗ്രാം വരെ ഭാരവുമായിരുന്നു ഇവയ്ക്കുണ്ടായിരുന്നത്. ഇവിടം മുതലായിരുന്നു ഭീമാകാരന്മാരായ ദിനോസറുകളുടെ തുടക്കം. ആകർഷകമായ രൂപങ്ങൾ ഉണ്ടായിരുന്നിട്ടും ട്രയാസിക് കാലഘട്ടത്തിൽ ദിനോസറുകൾ പ്രബലമായ ജീവികളായിരുന്നില്ല. വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥയിൽ
നിലനിൽപ്പിനായി മത്സരിക്കുന്ന മറ്റ് പല ജീവികളുമായും അവർക്ക് അവരുടെ പരിസ്ഥിതി പങ്കിടേണ്ടി വന്നു. എല്ലാ ദിനോസറുകളും പെർമിയൻ വംശനാശത്തെ അതിജീവിച്ച ഒരു പിടി ഉരകങ്ങളിൽ നിന്നുമാണ് പരിണമിച്ചത്. ഏകദേശം 4.5 മീറ്റർ ഉയരവും കഴുത്തുകൾക്ക് വൃക്ഷങ്ങളോളം ഉയരവുമുള്ള സസ്യഭുക്കുകളായ ഈ ദിനോസറുകളുടെ നടപ്പും പെരുമാറ്റവും സാവധാനത്തിലായിരുന്നു. ഇതിൻ്റെ ശരീര വലിപ്പത്തിനനുസരിച്ചാണ് ഇവയ്ക്ക് ഇങ്ങനെ വേഗത കുറയാൻ കാരണം. എന്നാൽ ഭീമാകാരന്മാരായ ഈ ദിനോസറുകൾ പോലും ഭയന്നിരുന്ന മറ്റൊരു ജീവിയുണ്ടായിരുന്നു. ദിനോസർ വിഭാഗത്തിൽപ്പെട്ട തികച്ചും മാംസഭുക്കുകളായ ഒരു മൃഗം, ടൈറനോസോറസ് റെക്സ് അഥവാ ടീറക്സ്. ഭൂമിയിലെ സകല ജീവജാലങ്ങളും ഒന്നുപോലെ ഭയപ്പെട്ടിരുന്ന ഒരേയൊരു രാജാവ്. ഇരുകാലിയായ ഇവയ്ക്ക് ഇത്രയും ഭാരവും വഹിച്ച് 2 കാലിൽ മാത്രം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നത് അവയുടെ വാലിൻ്റെയും തലയുടെയും ഭാരം ബാലൻസ് ചെയ്യുന്നതുകൊണ്ടാണ്. ടീറക്സിന്റെ പല്ലുകൾക്കായിരുന്നു കൂടുതൽ ബലം. ഏത് ജീവികളെയും നിഷ്പ്രയാസം കടിച്ചു കീറാൻ പാകത്തിനുള്ള ബലം അവയുടെ പല്ലുകൾക്കുണ്ടായിരുന്നു. അതുപോലെ കൈകളിലെയും കാലുകളിലെയും നഖം ഒരു കഠാരയേക്കാൾ വലിപ്പമായിരുന്നു ഇതിൻ്റെ ഓരോ നഖങ്ങൾക്കും. 4 മുതൽ 9 ടണ്ണോളം ഭാരമുണ്ടെങ്കിലും വേഗത്തിലായിരുന്നു ഇവയുടെ ആക്രമണം. ടീറക്സ് വേട്ടയാടിയിരുന്നത് സസ്യഭുക്കുകളായ ചെറിയ ദിനോസറുകളെയായിരുന്നു. ദിനോസറുകളുടെ പരിണാമവേളയിൽ ചിറകുകളോടെ മറ്റൊരു ഉരകജീവി ഭൂമിയിൽ ജന്മമെടുത്തു. അതാണ് ടെറാസോറസ്. ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഈ പേര് വന്നത്. ചിറകുള്ള പല്ലി എന്നാണ് ഇതിനർത്ഥം. ഇത് ദിനോസറിൽ നിന്നും പരിണമിച്ച ജീവിയല്ല. ഇവ കേവലം പറക്കുന്ന ഉരകവർഗത്തിൽപ്പെട്ട ജീവിയാണ്. പറക്കാൻ കഴിവുള്ളതുകൊണ്ട് തന്നെ ഇവയുടെ ആക്രമണം വളരെ വലുതായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ ഇര പിടിച്ചിരുന്നത് ഇവയാണെന്ന് കരുതപ്പെടുന്നു. അതാണ് ടെറാസോറസ്. ഉരകങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലമുണ്ടായിരുന്ന ജീവിയാണ് ടെറാസോറസ്. ഇവയുടെ ഫോസിൽ അന്ത്യ ട്രയാസിക് മുതൽ ക്രിട്ടേഷ്യസ് യുഗം അന്ത്യം വരെ കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 220 ദശലക്ഷം മുതൽ 65 ദശലക്ഷം വരെയുള്ള കാലഘട്ടം. അങ്ങനെ കാലങ്ങൾ വീണ്ടും മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ കടൽ തീരത്ത് ഭൂമിയുടെ പുറന്തോടിൻ്റെ കട്ടികുറഞ്ഞ ഭാഗങ്ങളിൽ ഭൂമിയുടെ പ്ലേറ്റ് തനിയെ നീങ്ങുകയും ഭൂകമ്പങ്ങൾ ഉണ്ടാകുകയും പുറന്തോട് പിളർന്ന് ലാവ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അങ്ങനെ 190 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പാഞ്ചിയ എന്ന ഭൂഖണ്ഡം പിളർന്ന് ഓരോ പാളികളായി മാറുകയും ചെയ്തു. പാഞ്ചിയ പിളർന്ന ഭാഗങ്ങളിൽ അഗാധമായ താഴ്ചയുണ്ടാകുകയും അവിടേക്ക് ടെത്തീസ് എന്ന പുതിയ സമുദ്രം വന്ന് നിറയുകയും ചെയ്തു. പാഞ്ചിയയുടെ ഈ ഒരു തകർച്ച മൂലം ഈ ഭൂഖണ്ഡത്തിൽ നിന്നും അനേകം പോഷകങ്ങൾ കടൽ ജലത്തിലേക്ക് ചേരുന്നു. തന്മൂലം ഇത് ദശലക്ഷക്കണക്കിന് മത്സ്യങ്ങളെ ആകർഷിച്ചു. ഇതിനൊപ്പം
പാഞ്ചിയയിലുണ്ടായിരുന്ന സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ കടലിലേക്ക് പതിച്ചപ്പോൾ കടലിലെ മത്സ്യങ്ങളിൽ നല്ലൊരു ശതമാനം ചത്തുപോകുകയും ഈ വേസ്റ്റുകളെല്ലാം കൂടി കടലിനടിത്തട്ടിൽ അടിയുകയും ചെയ്തു. കാലങ്ങൾ പിന്നെയും മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അടുത്ത 10 ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ സമുദ്രത്തിനടിയിലെ ഈ വേസ്റ്റുകൾ അഴുകി പാറകളുടെ പാളികൾക്കടിയിലേക്ക് പോകുകയും അതവിടെ കിടന്ന് ഭൂമിയുടെ അടിയിലെ താപവും കൂടി ഏൽക്കുമ്പോൾ ഈ വേസ്റ്റുകൾ കാലക്രമേണ ഇന്ധനമായി മാറുന്നു. ഇന്ന് നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലെ ഇന്ധനം തൊട്ട് തേച്ചു കുളിക്കുന്ന സോപ്പ് വരെ ഇവിടെ നിന്നും ഉത്ഭവിച്ചതാണ്. 180 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വടക്കേ അമേരിക്കൻ പ്ലേറ്റ് യൂറോപ്യൻ ഏഷ്യൻ ഫലകങ്ങളിൽ നിന്ന് പടിഞ്ഞാറോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോഴും ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നഖങ്ങൾ വളരുന്ന അതേ വേഗതയിൽ ഓരോ വർഷവും ഏകദേശം 2.5 സെന്റിമീറ്റർ സാവധാനത്തിൽ ഇത് സംഭവിക്കുന്നു. പുതിയ ലോകം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രണ്ട് ഭൂഖണ്ഡങ്ങൾക്കിടയിലുള്ള വിടവിലൂടെ ഒരു പുതിയ സമുദ്രം രൂപം കൊള്ളും. അതാണ് അറ്റ്ലാന്റിക് സമുദ്രം. കടലിനടിഭാഗം കീറിമുറിച്ച് ഹിമാലയം പോലുള്ള കുന്നുകളും അഗാധഗർത്തങ്ങളും രൂപപ്പെട്ടു. കടലിനടിയിലെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായി കടൽ ജലം ചൂടാകാൻ തുടങ്ങി. ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ലാവ കത്തിയുരുകി പുറത്തേക്കൊഴുകാൻ തുടങ്ങി. ലാവ തണുക്കുമ്പോൾ അത് അഗ്നിപർവ്വതങ്ങളുടെ ഒരു പുതിയ ശ്രേണിയും പുതിയ സമുദ്രനിരപ്പും സൃഷ്ടിക്കുന്നു. ഇവിടെ പാഞ്ചിയ പൂർണ്ണമായും ഓർമ്മയാകുന്നു. കാലം പുതിയ ലോകം സൃഷ്ടിക്കുന്നു. പരിസ്ഥിതി നിർമ്മാണത്തിലുണ്ടായ വ്യത്യാസത്തിൽ പുതിയ പരിണാമം സംഭവിക്കുന്നു. ഇച്തിയോസോറസ് മത്സ്യത്തിന്റെ രൂപത്തിലുള്ള ഇവയുടെ ചിറകുകൾ വളർന്ന് പുതിയതായി രൂപം കൊണ്ട അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇവ ഊളിയിട്ടിറങ്ങുന്നു. ഇതിന് 6 മീറ്ററോളം നീളമാണുള്ളത്. വേഗതയാണെങ്കിൽ മണിക്കൂറിൽ 40 കിലോമീറ്ററാണ് ഇത് സഞ്ചരിക്കുന്നത്. സമുദ്രത്തിലെ ഏറ്റവും വേഗതയേറിയ ജീവിയാണ് ഇത്. 50 ദശലക്ഷം വർഷങ്ങളായി ഭൂമിയുടെ സമുദ്രങ്ങളെ ഭരിച്ചു വന്നിരുന്ന ഒരു വലിയ വേട്ടക്കാരനായ രാജാവ്. എന്നാൽ ആ സ്ഥാനത്തേക്ക് വളരെ പെട്ടെന്നായിരുന്നു ഒരു പുതിയ ജന്മത്തിന്റെ വരവ്. പ്ലീസിയോസ് ഒരു ട്രക്കിനുള്ളതുപോലെ ഭാരവും ഒരു ബസോളം നീളവുമാണ് ഇവയ്ക്കുണ്ടായിരുന്നത്. ഇവയുടെ താടിയെല്ലുകൾക്ക് സ്രാവുകളെക്കാൾ 8 മടങ്ങ് ശക്തിയുണ്ട്. പല്ലുകളുടെ നീളം 30 സെന്റിമീറ്ററാണ്. ഭൂമിയും അതിൽ വസിക്കുന്ന ജീവികളും തിരിച്ചറിയാൻ കഴിയാത്തക്ക വിധം മാറിയിരിക്കുന്നു. ഇതൊരു കാലത്ത് ഉറച്ച ഭൂമിയായിരുന്നു. ഇപ്പോൾ ഇത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഇത് ജലാശയങ്ങളുടെ കഥ. എന്നാൽ ഇപ്പോഴും കരഭൂമിയിൽ മറ്റ് ജീവജാലങ്ങൾ കൂടി വസിക്കുന്നുണ്ട്. ഇത് നച്ചലി പോലെയുള്ള സസ്തനിയാണ്. സസ്തനി വർഗത്തിൽപ്പെട്ട ഏറ്റവും ചെറിയ ജീവിയാണ് നച്ചലികൾ അഥവാ ഷ്രോസ്. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇവ നൊച്ചൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവ കൂടുതലും ഭൂമിക്കടിയിലോ മരങ്ങളിലോ ആയിരുന്നു കഴിഞ്ഞിരുന്നത്. ഇത് ചെറിയ എണ്ണം സസ്തനികളിൽ നിന്ന് പരിണമിച്ചതാണ്. ഇവ 185 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള കൂട്ടവംശനാശത്തെ അതിജീവിച്ചിരുന്നു. ഇത് ദിനോസറുകളുടെ പ്രധാന ഇരയാണ്. അതുകൊണ്ടാണ്
ദിനോസറുകളെ പേടിച്ച് മിക്ക സസ്തനികളും മരങ്ങളിലോ ഭൂമിക്കടിയിലോ വസിക്കുകയും രാത്രിയിൽ മാത്രം പുറത്തിറങ്ങുകയും ചെയ്യുന്നത്. സസ്തനികൾ ദിനോസറുകൾക്ക് ഭീഷണിയല്ല, പക്ഷേ സസ്തനികൾക്ക് ദിനോസറുകൾ ഭീഷണിയായിരുന്നു. ഭൂമിയിലെ യാതൊന്നിനും ദിനോസറിന്റെ ആധിപത്യത്തെ വെല്ലുവിളിക്കാനായില്ല. ഭൂമിയിൽ ഒന്നിനും. അങ്ങനെ ഇരിക്കെയാണ് അങ്ങ് ആകാശത്തു നിന്ന് എന്തോ ഒന്ന് അപ്രതീക്ഷിതമായി ശ്രദ്ധയിൽപ്പെട്ടത്. കാഴ്ചയിൽ അത് വലിയൊരു ശിലയാണ്, ഒരു ചിഹ്നഗ്രഹം. ഈ ശിലയ്ക്ക് എവറസ്റ്റ് കൊടുമുടിയേക്കാൾ 10 കിലോമീറ്റർ വ്യാസമുണ്ട്. ഇത് മണിക്കൂറിൽ 70,000 കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കുന്നു, അതും ഭൂമിക്ക് നേരെ. യുഗാറ്റൻ പെനിൻസുലയിൽ നിന്ന് മെക്സിക്കോ ഉൾക്കടലിലേക്കാണ് ഇതിന്റെ പോക്ക്. അതിവേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ ഈ ഉൽക്ക കത്തിയമരുന്നു. മിന്നൽ വേഗത്തിലാണ് സഞ്ചാരം. ലോകത്തെ എന്നേക്കുമായി മാറ്റിമറിക്കാവുന്ന ഒരു നിമിഷം വന്നെത്തി. വൈകാതെ തന്നെ ഉൽക്ക ഭൂമിയിലേക്ക് പതിച്ചു. ആ ആഘാത നിമിഷത്തിൽ ചിഹ്നഗ്രഹത്തിന്റെ പിൻഭാഗം ഇപ്പോഴും ഏകദേശം 11,000 മീറ്ററിലാണ്. ഉൽക്കയുടെ പതനത്തോടെ സകലതും തകർന്നടിയുന്നു. പതിച്ച ചിഹ്നഗ്രഹം പോലും ആ ഫോഴ്സിന്റെ ആഘാതത്തിൽ തൽക്ഷണം ബാഷ്പീകരിക്കപ്പെടുന്നു. ദശലക്ഷക്കണക്കിന് ആണവായുധങ്ങളുടെ ഊർജമാണ് ഈ ഒരൊറ്റ ഉൽക്കാപതനത്തിലൂടെ ഉണ്ടായത്. ചിന്നിച്ചിതറിയ ഉൽക്കാശിലയുടെ ചെറിയ കഷ്ണങ്ങൾക്ക് പോലും വലിയ കെട്ടിടങ്ങളുടെ വലിപ്പമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ബോംബിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്ന കഷ്ണങ്ങൾ പോലെ ആഘാത മേഖലയിൽ നിന്ന് പുറത്തേക്ക് വ്യാപിക്കുന്നു. മിനിറ്റുകൾ കൊണ്ട് ഉൽക്ക പതിച്ച മേഖലയിൽ നിന്ന് 1000 കിലോമീറ്റർ അകലെ വരെ സകലതും തകർന്ന് തരിപ്പണമായി. ഭൂമിയുടെ എല്ലാ ദിശകളിൽ നിന്നും ഇതുപോലെ ആക്രമണം തുടർന്നുകൊണ്ടിരുന്നു. പിന്നാലെ ആ ആഘാതത്തിൽ കടൽ ജലം അന്തരീക്ഷത്തിലേക്ക് തെറിക്കുകയും മഴ പോലെ അത് ഭൂമിയിലേക്ക് പെയ്യുകയും ചെയ്തു. അതിനൊപ്പം ഭീമാകാരമായ ഭൂമികുലുക്കവും. വൈകാതെ സുനാമി തിരകൾ കരയെ മൂടി. എന്നാൽ ഇതെല്ലാം ഒരു തുടക്കം മാത്രമായിരുന്നു. കൂട്ടിയിടിയിൽ ചിതറിയ ഉൽക്കകൾ തീഗോളങ്ങളായും പൊടിപടലങ്ങളായും ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങി. ആകാശം മുഴുവൻ ഒരു ഭീമാകാരമായ സൂര്യപ്രകാശം പോലെ ജ്വലിച്ചു നിന്നു. ഭൂമിയുടെ ഉപരിതലം 275 ഡിഗ്രി വരെ ചൂടാകും. സസ്യജാലങ്ങൾ സ്വയമേ ജ്വലിക്കാൻ തുടങ്ങി. ഉൽക്കാപതനത്തിന് ശേഷം പുകയും ചാരവും ഇപ്പോഴും സൂര്യരശ്മികളെ തടയുന്നു. സൂര്യപ്രകാശം കുറവായതിനാൽ സസ്യങ്ങൾ നശിക്കുകയും അവയെ ഭക്ഷിച്ചിരുന്ന മൃഗങ്ങൾ പട്ടിണിയാകുകയും ചെയ്യുന്നു. ഭൂമിയെ അടക്കി വാണ ദിനോസറുകളുടെ കാലം ഇതോടെ അവസാനിക്കുന്നു.
എന്നാൽ ദിനോസറുകളുടെ വിയോഗം മറ്റൊരു ജീവിവർഗത്തിന് ഭയമില്ലാതെ വളരാനുള്ള അവസരമായി. അത് മാമൽസ് എന്ന സസ്തനികൾ. ഇനിയാണ് കഥ.